ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ EVS ക്ലാസ്സുമായി ബന്ധപ്പെട്ട സ്കൂൾ വർക്ക്ഷീറ്റാണ്. 4 കൂട്ടം എന്ന വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അവർ കൺട്രി ഗോട്ട് ഫ്രീഡം ഓൺ August 15, 1947. Our independence was the result of the sacrifices of many brave patriots. In the last class, we met a few leaders who fought for freedom. They are ആരൊക്കെയായിരുന്നു അവർ? ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് and Sarojini Naidu. Okay, then let's know about some other value freedom fighters. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മറ്റു ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, ഫസ്റ്റ് ആരാണ്? ബാലഗംഗാധർ തിലക്. ബാലഗംഗാധർ തിലക് പോപ്പുലർലി നോൺ ആസ് ലോകമാന്യ. എന്താണ് അറിയപ്പെടുന്നത്? ലോകമാന്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാസ് ബോൺ ഓൺ July 23, 1853. എന്നാണ് ജനിച്ചത്? യെസ്, വാസ് ബോൺ ഓൺ July 23, 1853. 1853 ജൂലൈ 23 അദ്ദേഹത്തിൻ്റെ ജനനം. ഹി പബ്ലിഷ്ഡ് ആർട്ടിക്കിൾസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഡൊമൈൻ ഇൻ മറാത്ത ആൻഡ് കേസരി ന്യൂസ് പേപ്പേഴ്സ്. ദെൻ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. ദിസ് ഈസ് ഹിസ് ഫേമസ് കോട്ട്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹി വാസ് അക്കംപൈൻഡ് ബൈ ഫ്രീഡം ഫൈറ്റേഴ്സ് ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ആർ നോൺ ആസ് ലാൽ ബാൽ പാൽ. അതായത് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. ഇവരെങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലാൽ ബാൽ പാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഹി ഡൈഡ് ഓൺ August 1920. അദ്ദേഹം എന്നാണ് മരിച്ചത്? August 1920. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Okay, then Sardar Vallabhbhai Patel. He was a freedom fighter known as the Iron Man of India. എന്താണ് അറിയപ്പെടുന്നത്? അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ആര്? സർദാർ വല്ലഭഭായ് പട്ടേൽ. ഹി വാസ് എൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗേദ സത്യാഗ്രഹ ആൻഡ് ദ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. അദ്ദേഹം ഏതിൽ സജീവമായി പങ്കെടുത്തിരുന്നു? ആ ഗേദ സത്യാഗ്രഹത്തിലും അതുപോലെ തന്നെ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിലും അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ രാജേന്ദ്ര പ്രസാദ്. ദ നെക്സ്റ്റ് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഹി വാസ് എ ലോയൽ ഡിസിപ്പിൾ ഓഫ് ഗാന്ധിജി. Then he was the first president of independent India. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Then he was awarded ഭാരത് രത്ന in 1962. 1962 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. Then he is known as ബീഹാർ ഗാന്ധി. അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബീഹാർ ഗാന്ധി. He is known as ബീഹാർ ഗാന്ധി. Okay, then he participated in the ചമ്പാരൻ സത്യാഗ്രഹ ആൻഡ് ഗ്രൗണ്ട് കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. അസഹകരണ പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Then Gan Abdul Ghaffar Khan. He was known as the Frontier Gandhi. എന്താണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഹി കെയിം ടു ദ ഫ്രീഡം സ്ട്രഗിൾ ത്രൂ ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഇതിലൂടെയാണ് അദ്ദേഹം ഫ്രീഡം സ്ട്രഗിളിലേക്ക് വന്നത്? ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ്. ഓക്കെ, ദെൻ ഹി ഫൗണ്ടഡ് ദ ഖുദായി ഖിദ്മത്കാർ, കോമൺലി നോൺ ആസ് ദ ആർമി ഓഫ് റെഡ് ഷർട്ട്. എന്താണ് അറിയപ്പെടുന്നത്? ആർമി ഓഫ് റെഡ് ഷർട്ട്, ചെങ്കുപ്പായക്കാരുടെ സേന എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Then Maulana Abdul Kalam Azad. He was the first minister of education in independent India. He was the first minister ആണ് education independent India. Okay, then he was an active participant in the Khilafat movement. ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. November 11, the birthday of Maulana Abdul Kalam Azad is celebrated as National Education Day. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഹി വാസ് ആൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആൻഡ് വൺ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തായിരുന്നു? അദ്ദേഹം ഒരു ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ വൺ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു. ഹി ഈസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ഗുരു. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ഹി ഈസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ഗുരു, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, ദെൻ
Then we have learned some important events in the history of Indian freedom struggle. Then write down the events in the order in which they took place. കൂട്ടുകാരെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈവൻറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ, അതാണ് താഴെ നൽകിയിട്ടുള്ളത്. അതിനെ കാലഘടനാ ക്രമമനുസരിച്ച് ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഈവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, കാലഗണന അനുസൃതമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഏതാണ് കൊടുത്തിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന വർഷം ഏതാണ്? 1942 അല്ലേ. ദെൻ ചമ്പാരൻ സത്യാഗ്രഹ 1917. ദെൻ അറൈവൽ ഓഫ് ഗാന്ധിജി ഫ്രം സൗത്ത് ആഫ്രിക്ക എന്നായിരുന്നു? 1950. ദെൻ സോൾട്ട് സത്യാഗ്രഹ 1930. ദെൻ ഇന്ത്യ ഗോട്ട് ഫ്രീഡം എന്നാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ്? 1947. ദെൻ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നായിരുന്നു? 1919 അല്ലേ. ദെൻ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡർ ആക്കി എഴുതാം. ഫസ്റ്റ് ഏതായിരിക്കും വരിക? യെസ്, ഏതാണ് കൂട്ടുകാരെ? അറൈവൽ ഓഫ് ഗാന്ധിജി ഫ്രം സൗത്ത് ആഫ്രിക്ക 1915. ദെൻ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ 1917. ദെൻ ജാലിയൻ വാലാബാഗ് മസാക്കർ 1919. ദെൻ ഏതാണ്? യെസ്, സാൾട്ട് സത്യാഗ്രഹ 1930. ഓക്കെ, ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലേ, 1942. ദെൻ ലാസ്റ്റ് ഇന്ത്യ ഗോട്ട് ഫ്രീഡം 1947. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നൗ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ഇൻ ദ ബ്രിട്ടീഷ് ഇന്ത്യ? ഇന്ന് കൂട്ടുകാരെ, ആദ്യത്തെ സംഘടിത കലാപം? യെസ്, ആറ്റിങ്ങൽ റിവോൾട്ട്. ഓക്കെ, ദെൻ when did ആറ്റിങ്ങൽ റിവോൾട്ട് ടേക്ക് പ്ലേസ്? when did ആറ്റിങ്ങൽ റിവോൾട്ട് ടേക്ക് പ്ലേസ് എന്നായിരുന്നു? ആറ്റിങ്ങൽ വിപ്ലവം നടന്നത് എന്നായിരുന്നു കൂട്ടുകാരെ? യെസ്, 1721, 1721. ദെൻ when did ഫസ്റ്റ് ഇന്ത്യൻ റെബലിയൻ ടേക്ക് പ്ലേസ് എന്നായിരുന്നു കൂട്ടുകാരെ? യെസ്, 1857 അല്ലേ. ഓക്കെ, ദെൻ ഹു വാസ് ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ആരായിരുന്നു ആദ്യ രക്തസാക്ഷി? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? യെസ്, മംഗൾ പാണ്ഡെ. ഓക്കെ, ദെൻ വെൻ ഡിഡ് ഫസ്റ്റ് ഇന്ത്യൻ റെബലിയൻ ബ്രേക്ക് ഔട്ട്? യെസ്, 1857. ഓക്കെ, ദെൻ വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ഭാരതീയ പ്രവാസി ഡേ എന്നാണ് ഭാരതീയ പ്രവാസി ഡേ ആയി നമ്മൾ ആചരിക്കുന്നത്? യെസ്, January 9. ഓക്കെ, ദെൻ ഹു ഈസ് നോൺ ആസ് ദ അയേൺ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭഭായ് പട്ടേൽ. ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ടോളസ്റ്റ് സ്റ്റാച്യു ഇൻ ദ വേൾഡ്? ഏതാണ്? യെസ്, സർദാർ വല്ലഭഭായ് പട്ടേൽ. ഓക്കെ, ദെൻ വെൻ ഡു വി ഒബ്സർവ് വേൾഡ് അഹിംസ ഡേ? ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സോ ഒക്ടോബർ 2. ഓക്കെ, ദെൻ വിച്ച് വേർ ദ ഐഡിയാസ് ഓർ ഡിമാൻഡ്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഐഡിയാസും ഡിമാൻഡ്സും ഒക്കെ എന്തൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ കൂട്ടുകാരെ? എന്തൊക്കെയായിരുന്നു? First promotes Gandhi, then second avoid liquor, then propagate the Hindi language, then boycott foreign clothes. ഇതൊക്കെയല്ലായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഡിമാൻഡ്സ് ഓർ ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹു ഈസ് നോൺ ആസ് ബീഹാർ ഗാന്ധി? ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? എന്തായിരുന്നു? ചൗരി ചൗര കുറിച്ച് തുറന്നായിരുന്നു ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ള കാരണം എന്തായിരുന്നു? ചൗരി ചൗര സംഭവമായിരുന്നു. ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഓക്കെ, ദെൻ വേർ ഈസ് ദണ്ഡി സീഷോർ? എവിടെയാണ്? യെസ്, ഗുജറാത്ത്. ഓക്കെ, ദെൻ വേർ ഡിഡ് സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള ടേക്ക് പ്ലേസ്? കേരളത്തിൽ എവിടെയായിരുന്നു സാൾട്ട് സത്യാഗ്രഹ? യെസ്, പയ്യന്നൂർ. ദെൻ ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി? ആരാണ്? കെ കേളപ്പൻ. Who was the president of Congress session in Bombay 1942? ആയിരുന്നു കൂട്ടുകാരെ? യെസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്.
Okay, then who presented the Quit India resolution? Quit India പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? യെസ്, ജവഹർലാൽ നെഹ്റു. ദെൻ ഹു ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഹു വാസ് ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് മിനിസ്റ്റർ? മൗലാന അബ്ദുൽ കലാം ആസാദ്. വെൻ ഡു വി ഒബ്സർവ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ? എന്നാണ്? യെസ്, നവംബർ 11. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡു വി ഒബ്സർവ് ക്വിറ്റ് ഇന്ത്യ ഡേ? എന്നാണ്? ഓഗസ്റ്റ് 9. ഓക്കെ, ദെൻ ഹു വാസ് ദ പൊളിറ്റിക്കൽ മാസ്റ്റർ ഓഫ് ഗാന്ധിജി? ആരായിരുന്നു രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ? യെസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ദെൻ ഹു വാസ് നോൺ ആസ് ലോകമാന്യ? ആരാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്? യെസ്, ബാലഗംഗാധർ തിലക്. ഓക്കെ, ദെൻ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ഷുവർലി ഐ വിൻ ഇറ്റ്. ഹൂസ് വേർഡ്സ് ആർ ദ? യെസ്, ബാലഗംഗാധര തിലക്. ഹു ആർ നോൺ ആസ് ലാൽ ബാൽ പാൽ? ആരാണ്? ലാലാ ലജ്പത് റായ്. ദെൻ ബാലഗംഗാധര തിലക്. പാൽ ആരാണ്? ചന്ദ്രപാൽ. ഓക്കെ, ദെൻ ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. ഹൂസ് വേർഡ്സ് ആർ ദ? സുഭാഷ് ചന്ദ്ര ബോസ്. ദെൻ ഹു വാസ് നോൺ ആസ് നേതാജി? നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? യെസ്, സുഭാഷ് ചന്ദ്ര ബോസ്. കൂട്ടുകാരെ, വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമൻറ്റ് നോക്കാം. ശ്രേയ, സൂപ്പർ ക്ലാസ് ടീച്ചർ, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. താങ്ക്സ് ഡിയർ. ദെൻ ശ്രീനിത സതീഷ്, താങ്ക് യു സോ മച്ച് മിസ്. ഓക്കെ, ദെൻ മിജി സിദി, താങ്ക്സ് സോ വെരി മച്ച്. ഓക്കെ, ദെൻ മുസ്തഫ. ദെൻ ഷഹീദ കെ, ഞാൻ പൊന്നു, താങ്ക് യു ടീച്ചർ. ഓക്കെ, ഹായ് പൊന്നു. ദെൻ ആശ കെ പി, താങ്ക്സ് ടീച്ചർ. ഹലോ, മൈ നെയിം ഈസ് അർപ്പിത കെ പി. ഓക്കെ, ഹലോ അർപ്പിത. ദെൻ അബ്ദുൾ, താങ്ക്സ് ടീച്ചർ. ദെൻ ഇറ്റ്സ് മീ അസ്ലു, സൂപ്പർ ക്ലാസ് ആൻഡ് മിസ് എന്ന് പറയുന്നു. താങ്ക്സ് ഡിയർ. ഇറ്റ്സ് മീ അസ്ലു, ചാനൽ സബ് ചെയ്യൂ മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ദെൻ മിനൂസ് ടേസ്റ്റ് ആൻഡ് സിമ്പിൾ റെസിപ്പീസ്, താങ്ക്സ് ടീച്ചർ. ഓക്കെ, ദെൻ റിസ്വാന സി, ഹായ് റിസ്വാന, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരിയാണ്. ഓക്കെ, ദെൻ സബിത ബിനീഷ്, ബാഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ സുപ്രിയ, ഹായ് സുപ്രിയ. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.